വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് ഈ കമ്പനിയുടെ R&D ലാബ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബ്, അതിന്റെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ അസിം കെ ദത്താറായ്. ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ജനിച്ചത് കൽക്കട്ട, വെസ്റ്റ് ബംഗാൾ. ഫാർമക്കോളജി വരെ, ഡിഗ്രി വരെ, ഫാർമക്കോളജി വരെ പഠിച്ചതെല്ലാം കൊൽക്കത്തയിലാണ്. അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹത്തിന്റെ എല്ലാ സ്റ്റഡീസും, അതായത് MD, PhD മുതലുള്ള എല്ലാ മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സ്റ്റഡീസും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തത് US-ലാണ്. അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹം പോയത് സ്കോട്ട്ലാൻഡിലാണ്. സ്കോട്ട്ലാൻഡിലുള്ള ഒരു ലാബിലാണ് അദ്ദേഹം ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ സയന്റിസ്റ്റ്, ബയോകെമിസ്ട്രിയിലും ന്യൂട്രാസ്യൂട്ടിക്കലിലും ഒരു സയന്റിസ്റ്റ് ആയിട്ട് 30 വർഷത്തോളം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. 2000 മുതൽ അദ്ദേഹം ഇപ്പോൾ ഈ 23 വർഷമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഓസ്ലോ യൂണിവേഴ്സിറ്റിയിലെ ഒരു മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 30 വർഷത്തെ ഗവേഷണത്തിൽ അദ്ദേഹം 390-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ നിങ്ങൾ ഒരു ഗൂഗിളിൽ കയറുക, വിക്കിപീഡിയയിൽ കയറുക, എന്നിട്ട് അസിം കെ ദത്താറായ് എന്ന പേര് മാത്രം കൊടുത്താൽ മതി. അദ്ദേഹത്തിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആ 390 റിസർച്ച് പേപ്പറുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അത് മാത്രമല്ല, കുറെ ന്യൂട്രാസ്യൂട്ടിക്കൽ പാറ്റന്റ് അവകാശങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ള, സപ്ലിമെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള കുറെ വിഷയങ്ങൾ അദ്ദേഹം പേറ്റന്റ് റൈറ്റ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓരോ പോസ്റ്റിങ്ങുകൾ, അദ്ദേഹം ഈ 68-69 വയസ്സായ അദ്ദേഹത്തിന് ഈ ലോകം മുഴുവനുമുള്ള കുറെ ഓർഗനൈസേഷൻസിൽ അദ്ദേഹം വഹിച്ച പോസ്റ്റിങ്സ്, അതേപോലെ ഹോണേഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവാർഡ്സ്, ബഹുമതികൾ, കാരണം നമുക്ക് വായിച്ചു നോക്കിയ സമയം ഉണ്ടാവില്ല. 1987 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ തുടങ്ങി. അവിടെ നിന്ന് തുടങ്ങിയതാണ് സംഭവം. ഓരോ വർഷവും അദ്ദേഹം ഈ ലോകം മുഴുവനുമുള്ള മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള, റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വലിയ വലിയ ഓർഗനൈസേഷനിലും അവാർഡുകളും റിവാർഡുകളും അദ്ദേഹം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. 100 കണക്കിലാണ്. എന്നാൽ ഇതൊരു എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ സംബന്ധിച്ചാൽ ഇപ്പോ ഓസ്ലോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അത് മാത്രമല്ല, അദ്ദേഹം മെഡിക്കൽ ജേണൽ എന്ന് പറയുമ്പോൾ മെഡിസിനുമായി ബന്ധപ്പെട്ട ഒരുപാട് വലിയ വലിയ ജേണലുകൾ വരുന്നുണ്ട്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ റിസർച്ച്, ഇന്റർനാഷണൽ ജേണൽ ഫോർ, ഇങ്ങനെ കുറെ വിഷയങ്ങൾ. എല്ലാത്തിലും എഡിറ്ററായിട്ടും ചീഫ് എഡിറ്ററായിട്ടും ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അത്രയും വെൽ നോൺ പേഴ്സൺ ആണ് അദ്ദേഹം. ഒരു ഇന്ത്യൻ ബോൺ അമേരിക്കൻ സയന്റിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വിഷയം, 2 കാര്യങ്ങളാണ് എടുത്തു പറയാനുള്ളത് ഇദ്ദേഹത്തിനെ കുറിച്ച്. കാരണം ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഒരു സയന്റിസ്റ്റ് ആണ് നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സിന്റെ പിന്നിൽ. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ പ്രോഡക്റ്റും കമ്പനിയുടെയും ക്വാളിറ്റി ഒരുവിധം നമുക്കൊരു ഐഡിയ കിട്ടും. ICMR കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ബോഡിയാണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി അഫയർ, കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിൽ വരുന്ന ICMR. അതിന്റെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദ്. കുറെ സയന്റിസ്റ്റുകളും അതേപോലെ കുറെ ഡോക്ടേഴ്സും ഈ ICMR-യുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ മാർക്കറ്റിലേക്ക് ഒരു മെഡിസിനോ പുതിയതായി ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു കോവിഡ് വാക്സിനെ പോലുള്ള വാക്സിൻ പുതുതായിട്ട് മാർക്കറ്റിൽ വരണമെങ്കിൽ ഈ ICMR അപ്രൂവ് ചെയ്യണം. അംഗീകരിച്ചാൽ മാത്രമാണ് അത് മാർക്കറ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോ ഈ ICMR-ുമായിട്ട് നമ്മുടെ ഡോക്ടർ സയന്റിസ്റ്റിന് വലിയൊരു ബന്ധമുണ്ട്. അദ്ദേഹം സ്ഥിരം ക്ഷണിതാവാണ്. അദ്ദേഹം ഈ ICMR-ലേക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ വന്നിരുന്നു, ഈ 2024 ജനുവരിയിൽ വന്നിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ റിസർച്ചിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പുതിയ സാർ ഒന്ന് ഓൾ മ്യൂട്ട് കൊടുത്തോളൂ കേട്ടാ. സാർ ഓൾ മ്യൂട്ട്, എല്ലാവർക്കും ഓൾ മ്യൂട്ട്, എല്ലാരും അൺമ്യൂട്ടിലുള്ള ഇപ്പോ ഓൾ മ്യൂട്ട് കൊടുത്തോ. ഓക്കെ. അപ്പൊ ഈ റിസർച്ചില് ഈ ICMR-ന്റെ ഒരു പെർമനന്റ് ഗസ്റ്റ് ആണ് അദ്ദേഹം.
ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോ കാണുന്നുണ്ടല്ലോ, ICMR ഒരു സയന്റിസ്റ്റിന്റെ ഫോട്ടോ ആണ്. ഡോക്ടർ സഞ്ജയ് ബസക് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അദ്ദേഹം അവിടുത്തെ ഒരു സയന്റിസ്റ്റ് ആണ്. ഈ സയന്റിസ്റ്റ് നമ്മുടെ അസിം സാറിന്റെ കൂടെ ചേർന്നിട്ട് കുറെ ബുക്സ് എഴുതിയിട്ടുണ്ട്. അസിം സാറിന്റെ ബുക്കിൽ കൂടെ ചാപ്റ്റേഴ്സ് എഴുതിയ വ്യക്തിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും ICMR ബന്ധമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സയന്റിസ്റ്റ്. മാത്രമല്ല, ഇന്ന് നോബൽ സമ്മാനം ഓരോ വർഷവും മെഡിസിനുമായി ബന്ധപ്പെട്ട് നോബൽ സമ്മാനം നൽകാറുണ്ട്. അതിന്റെ സെലക്ഷൻ കമ്മിറ്റി, നോബൽ സമ്മാനം ആർക്കാ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റിയിൽ വൺ ഓഫ് ദ മെമ്പർ ആണ് നമ്മുടെ ഡോക്ടർ അസിം കെ ദത്താറായ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അത്രയും വെൽ നോൺ പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്, അദ്ദേഹം എഴുതിയ ബുക്സ് ആണ് ഇതൊക്കെ. ഇത്രയും ബുക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ബുക്കും 15,000 20,000. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോൾ അതിന്റെ കോസ്റ്റ് നമുക്കൊന്നും താങ്ങാനാവാത്ത അത്രയും വർത്തിയായിട്ടുള്ള ഒരു മെഡിസിനുമായി ബന്ധപ്പെട്ട ന്യൂട്രാസ്യൂട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ള ബുക്സാണ് ഇതൊക്കെ. അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ജനുവരി 2024 ജനുവരി 20 ICMR വന്നിട്ട് അവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ വന്നത് കോയമ്പത്തൂരിലാണ്. യാർഡ് ലാബ്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ നമ്മുടെ കമ്പനിയുടെ തമിഴ്നാട് ലോഞ്ചിങ് പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. അവിടെ 100-200 പേരുണ്ടായിരുന്നു. അദ്ദേഹം നേരിട്ട് അവിടെ വന്ന് ഒരു 3 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അദ്ദേഹത്തിന്റെ ഒരു പാറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അവിടെ വെച്ച് അദ്ദേഹം ക്ലാസ് കൊടുത്തു എല്ലാവർക്കും. അദ്ദേഹത്തിന്റെ ക്ലാസ്, ഇത് കമ്പനിയുടെ പ്രൊഫൈൽ, ഒരു ഐഡിയ കിട്ടിക്കാണും എത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ പ്രൊഫൈൽ എന്നുള്ളത്. രണ്ടാമത് ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്ട്സ്. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, ന്യൂസ് എന്തിനെ കുറിച്ചാണ് കൂടുതൽ കേൾക്കുന്നത്? ഇവരൊക്കെ ആരാണ്? ഇന്ന് പുതിയതായി വന്നിട്ടുള്ള ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ഗസ്റ്റുകൾ, സുഹൃത്തുക്കൾ ഒന്ന് ചിന്തിക്കണം. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആരാണ് ഇവരൊക്കെ? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള മുഖങ്ങളാണ് ഇതൊക്കെ. പ്രഗത്ഭരും അധികാരം, അന്തസ്തും പണം എല്ലാം ഉള്ളവരാണ്. ഇവരെല്ലാം മരിച്ചത് ഹാർട്ട് അറ്റാക്കിലാണ്. അതിൽ ഫസ്റ്റ് ഫോട്ടോ, നിങ്ങൾ കാണുന്ന ഫസ്റ്റ് ഫോട്ടോ ഡോക്ടറുടെ പേരാണ്. ഒരു കാർഡിയാക് സർജൻ ആണ്. കാർഡിയാക് സർജൻ 16,000-ലധികം ഹാർട്ട് സർജറി ചെയ്ത ഒരു എക്സ്പെർട്ട് ആണ്. അദ്ദേഹം 41-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഗുജറാത്തിലെ ഗൗരവ് ഗാന്ധി എന്ന് പറഞ്ഞ പേര്, അദ്ദേഹം ഹാർട്ട് അറ്റാക്കിലാണ് മരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ലേറ്റസ്റ്റ് ഈ ഇന്നലെ മരിച്ച ഒരു വ്യക്തി, എല്ലാവരും കണ്ടിട്ടുള്ള ഈ സിനിമയിലെ ഒരു നല്ല ഒരു ആക്ടറാണ്, ഒരു വില്ലൻ ആക്ടറായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. 48-ാമത്തെ വയസ്സിൽ ഇന്നലെ മരിച്ചു. അറ്റാക്ക്, ക്ലിയർലി ഹാർട്ട് അറ്റാക്ക്. ഞാൻ ഇത് പറയാൻ വരുന്നത്, നമ്മൾ എത്ര പേര് സീരിയസ് ആണ് ഇതിനെ കുറിച്ച്, ഈ ഹാർട്ട് ഡിസീസിനെ കുറിച്ചും കാർഡിയോവാസ്കുലർ ഹെൽത്തിനെ കുറിച്ചും എത്ര പേരാണ് സീരിയസ്? നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും വരും, എനിക്ക് വരില്ല. ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സുഹൃത്തുക്കളെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO കണക്കനുസരിച്ച് മരിക്കുന്ന ഓരോ 100 പേരിലും 35 പേര് വരെ മരിക്കുന്നത് ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്കിലാണ്. രണ്ടാമത്തത് ക്യാൻസർ. നമ്പർ 1 കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് എന്ന് കേട്ട ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് കൊളസ്ട്രോൾ കൊണ്ടുള്ള ബ്ലോക്കുകൾ, ആത്രോസ്ലെറോസിസ് എന്ന് പറയും, അല്ലെങ്കിൽ ആത്രോസ്ലെറോട്ടിക് പ്ലേഗ് എന്ന് പറയും. കൊളസ്ട്രോൾ വന്നിട്ട് രക്തക്കുഴലുകളിനകത്ത് വന്ന് അടിഞ്ഞു കൂടുന്ന അതാണ് പ്ലേഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയും, കൊളസ്ട്രോൾ ബ്ലോക്ക്. ഇതാണ് അതിന്റെ കാരണം എന്നാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. ശരിയാണ്, ഒരു പരിധി വരെ അത് ശരിയാണ്. കാരണം ഇതുപോലെ ഒരു ബ്ലോക്ക് വന്ന് അത് 10 ചെറുതായിട്ട് ഒന്ന് തുടങ്ങി, അത് 10%, 20%, 50, 80, 90, 100 കഴിഞ്ഞ് 100% ഒക്കെ എത്തുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് വരുന്നത്, രക്തം തടസ്സം വരുന്നതും അത് അറ്റാക്ക് വരുന്നതും. പക്ഷേ ഈ ബ്ലോക്ക് ഒരു 90% ഒക്കെ എത്താൻ എത്ര വർഷം വേണ്ടി വരും എന്നറിയോ? പറഞ്ഞാൽ വിശ്വസിക്കില്ല, 20 or 25 വർഷം വേണ്ടി വരും. ഇതുപോലെ ഒരു കൊളസ്ട്രോൾ ബ്ലോക്ക് 80-90% എത്താൻ. 90% ഉണ്ടെങ്കിൽ ചെറിയ ഗ്യാപ്പിൽ കൂടെ രക്തം അങ്ങോട്ട് പോയി വരും.
അതുപോലെ ഉള്ളവർക്കാണ് 80-90% ബ്ലോക്ക് ഉള്ളവർക്കാണ് പെട്ടെന്ന് എവിടെയെങ്കിലും സ്റ്റെപ്പ് കയറേണ്ടി വന്നാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് വേഗതയിൽ ഓടേണ്ടി വന്നാലോ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നതും ഭയങ്കര ഫീലിംഗ് ഉണ്ടാവുന്നതും ആ ചെറിയ ഗ്യാപ്പിലൂടെ രക്തം ഓടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്. എന്നാൽ പോലും സഡൻ ഡെത്ത് വരില്ല. ഇത് മാത്രമല്ല കാരണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ സയന്റിസ്റ്റ് 10-30 വർഷം റിസർച്ചിലൂടെ കണ്ടുപിടിച്ചത്. അത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെ രക്തത്തിൽ നമുക്കറിയാം WBC, RBC കുറെ ഉണ്ട്. പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും പരിചയപ്പെട്ടത് ഡെങ്കിപ്പനി വന്നപ്പോഴാണ്. ഡെങ്കിപ്പനി വന്നപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടത് ഡെങ്കിപ്പനിയിൽ പ്ലേറ്റ്ലെറ്റ് കൊണ്ട് കുറയും, ഇത് വല്ലാതെ കുറഞ്ഞാൽ മരണം സംഭവിക്കും എന്നൊക്കെയാണ്. ശരിയാണ്. അപ്പോഴാണ് പ്ലേറ്റ്ലെറ്റ് എന്ന വാക്ക് നമ്മളെ പരിചയപ്പെട്ടത് കൂടുതൽ. സ്കൂളിലൊക്കെ പഠിച്ചെങ്കിലും മറന്നുപോയി, ഞാനൊക്കെ മറന്നു. ഈ പ്ലേറ്റ്ലെറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ധർമ്മം ധർമ്മിച്ചാൽ അതിന്റെ റിയൽ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവ് തെറ്റ് രക്തക്കുഴലുകളിൽ മുറിഞ്ഞിട്ട് രക്തം നഷ്ടപ്പെടുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് ആ രക്തക്കുഴലുകളിനകത്ത് ഓടിയെത്തി ഒരു ക്ലോട്ട് ഉണ്ടാക്കും, ക്ലോട്ടിങ്. ആ ക്ലോട്ട് ആ രക്തത്തിന്റെ ഒഴുക്ക് തടഞ്ഞ് നമ്മളെ രക്ഷിക്കും. അതൊരു പ്രൊട്ടക്ഷന്റെ, ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ്. അത് സൃഷ്ടിയാണ്. ഇത് നല്ലതാണ്, ക്ലോട്ടിങ് നല്ലതാണ്. എപ്പോ അതിന്റെ നോർമൽ പൊസിഷനിലാണെങ്കിൽ. ഈ ക്ലോട്ടിംഗ് കപ്പാസിറ്റി, പ്ലേറ്റ്ലെറ്റിന്റെ ക്ലോട്ടിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആവറേജ് ആയിട്ട് ഒരു 30-40% ഉണ്ടെങ്കിൽ അത് നോർമലാ. പക്ഷേ ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലി കാരണം, നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ, ദേഷ്യം, ഇങ്ങനെ എമോഷണൽ ആയിട്ട് നമ്മൾ ജീവിക്കുന്ന ഓരോ മണിക്കൂറുകളും, ഇനാക്ടിവിറ്റി, ശരീരം അനങ്ങാതെ, വ്യായാമം ഇല്ലാതെ ശരീരം അനങ്ങാതിരിക്കുന്നവർ, നമ്മുടെ ഭക്ഷണ രീതി, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, എയർ പൊല്യൂഷൻ, കഠിനമായ എക്സസൈസ്, BP, മെഡിസിൻ, അതേപോലെ പുകവലി, മദ്യം, BP, അതേപോലെ ഒബിസിറ്റി, ഇതെല്ലാം ഈ കാരണങ്ങളാൽ പ്ലേറ്റ്ലെറ്റ് ഹൈപ്പർ ആക്റ്റീവ് ആണ്. പ്ലേറ്റ്ലെറ്റ് വളരെ കൂടുതൽ ക്ലോട്ടിംഗ് കപ്പാസിറ്റിയിലേക്ക് വരികയാണ്. നമ്മുടെ ഭക്ഷണ രീതി, ജീവിത ശൈലിയിലെ കാരണം ഈ പ്ലേറ്റ്ലെറ്റിന്റെ സ്ട്രക്ചർ, അതിന്റെ സ്ട്രക്ചർ അടക്കം മാറുകയാണ്. കപ്പാസിറ്റി ഹൈ ആണ്, വളരെ കൂടുതലാണ്. അതേപോലെ പ്ലേറ്റ്ലെറ്റിൽ പുകവലിക്കുന്നവർക്കും അതുപോലെയാണ്. നമ്മുടെ ഭക്ഷണ രീതി, അതായത് നമ്മുടെ മത്സ്യം അല്ലെങ്കിൽ ഇറച്ചി കൂടുതൽ കഴിക്കുന്നവർക്ക് പ്ലേറ്റ്ലെറ്റിന്റെ മെംബ്രെയിൻ വേറെയാണ്. മത്സ്യം കൂടുതൽ കഴിക്കുന്നവർക്ക് ആ മെംബ്രെയിന്റെ സ്ട്രക്ചർ വേറെയാണ്. അപ്പൊ നമ്മുടെ ജീവിതശൈലി, ഭക്ഷണ രീതി പ്ലേറ്റ്ലെറ്റിന്റെ സ്ട്രക്ചർ അടക്കം മാറ്റിമറിക്കുന്നുണ്ട്. അപ്പോ ഈ പ്ലേറ്റ്ലെറ്റ് ഹൈ ആയിട്ട് ആക്റ്റീവ് ആയാൽ ആവശ്യമില്ലാത്ത സമയത്ത്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇത് പെട്ടെന്ന് ക്ലോട്ട് ആകും. ഉദാഹരണത്തിന് രക്തക്കുഴലുകളിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടി വർഷങ്ങളോളം, 15, 20, 25 വർഷം കൊളസ്ട്രോൾ വന്നിട്ട് അത് 80, 70, 80, 90% എത്തി നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ കൊളസ്ട്രോൾ പ്ലേഗ് എന്ന് പറയുന്ന ആ ബ്ലോക്ക് ഒന്ന് പൊട്ടും, റപ്ചർ എന്ന് പറയും. അതൊന്ന് ഓപ്പൺ ആവും. അത് നല്ല വീർത്ത് അങ്ങനെ 80-90% ഒക്കെ കൊളസ്ട്രോൾ രക്തക്കുഴലുകളിനകത്ത് അത് ചിലപ്പോൾ പൊട്ടിയാൽ ആ പൊട്ടിയ ഭാഗത്തേക്ക്, ഈ കാണുന്ന ഈ പൊട്ടിയ ഭാഗത്തേക്ക് പ്ലേറ്റ്ലെറ്റുകൾ ഓടിയെത്തി അവിടെ സഡൻ ആയിട്ടുള്ള ഒരു ക്ലോട്ട് ഉണ്ടാക്കും. ത്രോംബോസിസ് എന്ന് പറയുന്ന ക്ലോട്ട്. ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ രക്തക്കെട്ട്, ഒരു ക്ലോട്ടിങ് ഉണ്ടാക്കി ആ ഉള്ള ചെറിയ ഗ്യാപ്പും സഡൻ ആയിട്ടുണ്ടാക്കും, ബ്ലോക്ക് ആക്കും. അപ്പോ 90-80-90% ബ്ലോക്ക് ഉണ്ടായിട്ടും രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായി പോയി വന്ന് നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വർഷങ്ങളായിട്ട് ക്ലോട്ട് ഉണ്ടായിട്ടും സഡൻ ആയിട്ട് ഡെത്ത് വന്നിട്ടില്ല. പക്ഷെ ഈ പറയുന്ന ത്രോംബോസിസ് പറയുന്ന പ്ലേറ്റ്ലെറ്റിന്റെ ക്ലോട്ട് മണിക്കൂറുകൾക്കകം വന്നാൽ പെട്ടെന്നുള്ള ബ്ലോക്കും സഡൻ ഡെത്തും വരികയാണ്. ഈ പുനീത് രാജ്കുമാർ പോലുള്ള നമ്മൾ ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലരും മരിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാരണം. പ്ലേറ്റ്ലെറ്റിന്റെ ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് അദ്ദേഹം തെളിയിച്ച്, മാത്രമല്ല നിങ്ങൾക്ക് വേറെ ഒരു വിഷയം കൂടി കാണണം. കോവിഡിന് ശേഷം ഹാർട്ട് ഡിസീസ് വളരെ കൂടുതലാണ്. ഇതാണ് കാരണം. എന്താ കാരണം? ഈ വൈറസോ ബാക്ടീരിയോ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ
അത് സഡൻ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും. എവിടെ ഏതോ അവയവത്തും, കിഡ്നിയിലോ ലിവറിലോ ഹാർട്ടിലോ എവിടെ വേണമെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ, സഡൻ ആയിട്ട് ഇൻഫ്ലമേഷൻ, അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയും. അക്യൂട്ട് ഇൻഫ്ലമേഷൻ. അങ്ങനെ ഇൻഫ്ലമേഷൻ വരികയാണെങ്കിൽ, ഇത് രക്തക്കുഴലുകളിനകത്ത് ഈ ഇൻഫ്ലമേഷൻ വന്നാൽ ആ ഭാഗത്തേക്ക് ഓടിയെത്തുന്ന പ്ലേറ്റ്ലെറ്റുകൾ സഡൻ ബ്ലോക്ക് ഉണ്ടാക്കും. അതിന്റെ പേരാണ് സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം. ഇതാണ് കോവിഡിന് ശേഷം പലർക്കും അറ്റാക്ക്, ചെറുപ്പക്കാരായ പലർക്കും അറ്റാക്ക് വരാനുള്ള കാരണം. മൊത്തത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി ആണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഒരു റെമഡിയും അദ്ദേഹം കണ്ടുപിടിച്ചു. ഒരു റെമഡി. എന്താണ് ഇതിന്റെ റെമഡി? ഒരുപാട് പഴങ്ങൾ, ഫ്രൂട്ട്സ് എടുത്ത് അദ്ദേഹം റിസർച്ച് ചെയ്തു. 1988 മുതൽ അദ്ദേഹം ഇതിന്റെ പിന്നിലാണ്. റിസർച്ച് ചെയ്ത് കിവി ഫ്രൂട്ടിൽ നിന്നും, കിവി എന്ന ഫ്രൂട്ടിൽ നിന്നും, പഴത്തിൽ നിന്നും ഒരു എക്സ്ട്രാക്ട്, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റിനെ വേർതിരിച്ചെടുത്ത് ഒരു പ്രത്യേക ടെക്നോളജിയിൽ, ജ്യൂസ് ആക്കിയിട്ടല്ല, ഒരു പ്രത്യേക ടെക്നോളജി, ഫ്രീസ്ഡ് ഡ്രൈഡ് ഫ്രീസ്ഡ് ടെക്നോളജി എന്ന് പറയുന്ന -30 ഡിഗ്രി ഒക്കെ സെന്റിഗ്രേഡിൽ വേർതിരിച്ച് ഒരു പൗഡർ രൂപത്തിൽ അതിന്റെ പൊട്ടൻഷ്യൽ എത്ര കാലം ഉണ്ടെങ്കിലും നഷ്ടപ്പെടാത്ത രീതിയിൽ ആ പൗഡർ വേർതിരിച്ചെടുത്തു. എടുത്ത് അത് ഹ്യൂമൻ ട്രയൽ നടത്തി. എന്താണ് ഹ്യൂമൻ ട്രയൽ? മനുഷ്യർക്ക് കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്തു. എങ്ങനെ? പുകവലിക്കുന്ന ഒരു 100 പേരെ വോളണ്ടിയേഴ്സിനെ എടുത്തു. ഇങ്ങനെ വിവിധ വേറെ വേറെ കാറ്റഗറി ആയിട്ടുള്ള പലരെയും എടുത്ത് അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി പ്ലേറ്റ്ലെറ്റിലേക്ക് ഇതിന്റെ ഫംഗ്ഷൻ റിസർച്ച് ചെയ്ത് പ്ലേറ്റ്ലെറ്റിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി കുറച്ച് നോർമൽ പൊസിഷനിലേക്ക് എത്തിച്ച് തെളിയിച്ച് 1-2 ഹ്യൂമൻ ട്രയൽ അല്ല, 8 ഹ്യൂമൻ ട്രയൽ കംപ്ലീറ്റ് ചെയ്തു അദ്ദേഹം. 8 ഹ്യൂമൻ ട്രയൽ. ഇത് വിവിധ രാജ്യങ്ങളാണ്, ഒരേ രാജ്യത്തല്ല, വിവിധ രാജ്യങ്ങളിൽ 8-ലധികം ഹ്യൂമൻ ട്രയൽ കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം ഈ കിവി ഫ്രൂട്ട് എക്സ്ട്രാക്ട് പാറ്റന്റ് അവകാശം വാങ്ങിച്ചു. യൂറോപ്യൻ പാറ്റന്റ് സ്പെസിഫിക്കേഷൻ. ഈ കാണുന്ന നമ്പറാണ് അതിന്റെ പാറ്റന്റ് റൈറ്റിന്റെ രജിസ്റ്റേർഡ് നമ്പർ. ഈ നമ്പർ കൊടുത്താൽ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഈ കിവി ഫ്രൂട്ട് എക്സ്ട്രാക്ട് നോർവേയിലെ ഓസ്ലോ യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓസ്ലോ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആണ്. ഈ കിവി ഫ്രൂട്ട് എക്സ്ട്രാക്റ്റും L-arginine എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്, ദാറ്റ് ഈസ് നൈട്രിക് ഓക്സൈഡ്, ഈ രണ്ടും കൂടി കോമ്പിനേഷൻ ആക്കിക്കൊണ്ട് ക്യാപ്സുൽ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഹാർട്ടിഫൈൻ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് കിട്ടി. ഈ പ്രോഡക്റ്റ് ക്യാപ്സുൽ ആണ്, 30 ക്യാപ്സുൽ ആണ്. ഈ ക്യാപ്സുൽ ഒരു ദിവസം ഒരെണ്ണം വെച്ച് കഴിക്കുകയാണെങ്കിൽ, ലൈഫ് ടൈം കഴിക്കുകയാണെങ്കിൽ, ജീവിതകാലം മുഴുവനും ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചോ ബ്ലോക്കിനെ കുറിച്ചോ കൊളസ്ട്രോളിനെ കുറിച്ചോ നമ്മൾ പേടിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അതിന്റെ സ്ലോഗൻ. ക്യാപ്ഷൻ: ഹാർട്ടിഫൈൻ എ ഡേ ഹാർട്ട് അറ്റാക്ക് അവേ. എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്? L-arginineനും കിവി ഫ്രൂട്ട് എക്സ്ട്രാക്റ്റും കൂടി ചേരുമ്പോൾ കിട്ടുന്ന ഒരു സിനർജസ്റ്റിക് എഫക്ട് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും കാപ്പിലറി, വളരെ ചെറിയായിട്ടുള്ള എൻഡിലുള്ള ചെറിയ കാപ്പിലറീസ്, രക്തക്കുഴലുകൾ കണ്ണിലും കിഡ്നിയിലും ഹാർട്ടിലും ബ്രെയിനിലും ഉള്ള അവസാനമായിട്ട് വരുന്ന കാപ്പിലറീസ് എന്ന് പറയുന്ന രക്തക്കുഴലുകൾ വരെ രക്തത്തിന്റെ ഒഴുക്ക് ഉറപ്പുവരുത്തും, രക്തത്തിന്റെ ഫ്ലോ ഉറപ്പുവരുത്തും. 2, ഈ ക്യാപ്സുൽ കഴിക്കുമ്പോൾ എനർജി ഫീൽ ചെയ്യും. അത്രയും ആന്റി ഓക്സിഡന്റുകൾ ഉള്ള പ്രോഡക്റ്റ് ആണിത്. പിന്നെ കാർഡിയോവാസ്കുലറുമായി ബന്ധപ്പെട്ടുള്ള ബ്ലോക്കുകൾ, ആത്രോസ്ലെറോട്ടിക് ബ്ലോക്ക് എന്ന് പറയുന്ന കൊളസ്ട്രോൾ ബ്ലോക്ക്, ത്രോംബോസിസ് എന്ന് പറയുന്ന രക്തത്തിന്റെ ക്ലോട്ട്, ഇതെല്ലാം റിവേഴ്സ് ആക്കി നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരും. അതേപോലെ BP, എത്ര BP, കാരണം രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയ്ക്കും, കട്ടി കുറയ്ക്കും. കട്ടി കുറയുമ്പോൾ ബ്ലഡ് നല്ല രീതിയിൽ ഫ്ലോ ആകും. കട്ടി കൂടുമ്പോഴാണല്ലോ പ്രഷർ കൂടുന്നത്. അപ്പൊ BP, എത്ര BP ഉണ്ടെങ്കിലും അത് നോർമൽ പൊസിഷനിലേക്ക് വരും. LDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ്, ഇതെല്ലാം നോർമൽ ആക്കും. മാത്രമല്ല ഡയബറ്റിക് പേഷ്യൻസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്?
കിഡ്നി ഫംഗ്ഷൻ കുറയും, കണ്ണിന്റെ കാഴ്ച പ്രശ്നം വരും, സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, അറ്റാക്ക് എത്രയും പെട്ടെന്ന് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന ഡയബറ്റിക്കിന്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം വീണ്ടും നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരികയും കിഡ്നി ഫംഗ്ഷൻ അടക്കം നോർമൽ പൊസിഷനിലേക്ക് റിവേഴ്സ് ആക്കി കൊണ്ടുവരും. ഇത്രയും ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നും കണ്ണും മുടിയടക്കം അതിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരും. നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ, സുഹൃത്തുക്കളെ, ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് നിങ്ങൾ ലൈഫ് ടൈം കഴിക്കുകയാണെങ്കിൽ ചലഞ്ച് ചെയ്ത് പറയാൻ പറ്റും. കാരണം ഇത് മറ്റുള്ള സപ്ലിമെന്റുകളെ പോലെ അല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നല്ല കമ്പനികളും നല്ല പ്രൊഡക്റ്റും ഇഷ്ടം പോലെ കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിലെല്ലാത്തിനേക്കാൾ ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഹാർട്ടിഫൈ. സയന്റിഫിക്കലി ഹ്യൂമൻ ട്രയൽ കംപ്ലീറ്റ് ചെയ്ത് തെളിയിക്കപ്പെട്ട പ്രോഡക്റ്റ് ആണ്. ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് കഴിച്ചാൽ ലൈഫ് ടൈം ഹെൽത്തി ആയിട്ട് ജീവിക്കാനുള്ള എല്ലാ വിഷയങ്ങളും ഈ പ്രോഡക്റ്റ് ഉണ്ട്. ഇതാണ് കമ്പനിയുടെ നമ്മുടെ നമ്പർ 1 പ്രോഡക്റ്റ് ആൻഡ് ഫസ്റ്റ് പ്രോഡക്റ്റ്.